നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 258 258. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 17-ാം അധ്യായം ശ്ലോകം 23 എന്ന് പറയേണ്ടത്. അത് സവൈ തിരോഹിതാൻ ദൃഷ്ട്വാ മഹസാസേന ദൈത്യരാട് സ ഇന്ദ്രാൻ ദേവഗണാൻ ശിവാൻ അപശ്യൻ വ്യനദൽ വൃഷം. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ അവനാകട്ടെ ഈശ്വരൻ പ്രഭാവം നിമിത്തം മറിഞ്ഞിരിക്കുന്നവരും പ്രമത്തന്മാരും ഇന്ദ്രനോടുകൂടിയവരുമായ ദേവസമൂഹങ്ങളെ കാണാത്തവനായിട്ട് ഏറ്റവും അലറി. ആ ഭാവാർത്ഥം, ആ അസുരാധിപൻ ഇന്ദ്രസഹിതന്മാരായ സകല ദേവഗണങ്ങളും തൻ്റെ പ്രഭാവത്തെ ഭയപ്പെട്ട് യുദ്ധം കൂടാതെ തന്നെ ഓടി ഒളിച്ചതിനാൽ ബലഹീനന്മാരാണെന്ന് നിശ്ചയിച്ച് ഉച്ചത്തിൽ അട്ടഹാസം ചെയ്തു. ഒരു തരത്തിൽ ശരിയാണ്. പക്ഷേ ഇന്ദ്രൻ്റെയും മേലൊരാളുണ്ട് എന്നുള്ളത് ഈ കശ്മലൻ ശ്രദ്ധിച്ചില്ല. സാക്ഷാൽ ശ്രീഹരി സർവേശ്വരൻ ജഗന്നിവാസൻ ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഇന്ദ്രനും കൂട്ടരുണ്ടെന്ന് മാത്രമേ അദ്ദേഹം വിചാരിച്ചുള്ളൂ. അപ്പോൾ പറഞ്ഞു അട്ടഹാസം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി 24-ാമത്തെ ശ്ലോകം പറയണു. തതോ നിവൃത്ത ക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹേ മഹാസത്വോ വാർദ്ധിം മത്തയുവദ്യുപാം. അവിടെ നിന്ന് മടങ്ങിയവനായി വിനോദിക്കുന്നവനായിട്ട് ആഴമേറിയതും ഭയങ്കരമായി ശബ്ദിക്കുന്നതുമായ സമുദ്രത്തെ ഏറ്റവും ബലവാനായ അവൻ മതിച്ചിരിക്കുന്ന ഗജമെന്ന പോലെ പ്രവേശിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സ്വർഗത്തിൽ നിന്ന് മടങ്ങിയ ഹിരണ്യാക്ഷൻ. കാരണം അദ്ദേഹത്തിന് ഏതുവരെ പോകാൻ പറ്റുള്ളൂ? സ്വർഗം വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കണ്ട് പാസില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് മടങ്ങിയ ഹിരണ്യാക്ഷൻ വിനോദിച്ച് നടക്കുമ്പോൾ അലകളിൽ നിന്നുത്ഭവിക്കുന്ന മഹാശബ്ദത്തോടു കൂടിയതും സമുദ്രത്തിൽ ആഴമേറിയതുമായ സമുദ്രത്തെ മതിച്ച ആനയെന്ന പോലെ ലീലയ്ക്കായി പ്രവേശിച്ചു. 25-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. തസ്മിൻ പ്രവിഷ്ടേ വരുണസ്യ സൈനികായതോ ഗണാ സന്നദ്ധ്യ സസാദ്വസാഹ അഹന്യമാന അഭിതസ്യ വർച്ചസാ പ്രദർശിതാ ദൂരതരം പ്രദുർധ്രുവു. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ അവൻ പ്രവേശിച്ചപ്പോൾ, സമുദ്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വരുണൻ്റെ സൈന്യത്തിലുള്ളവരായ ജലചരങ്ങൾ സന്നയായ അല്ലെങ്കിൽ ഉടഞ്ഞുപോയ ഭയത്തോടെ അല്ലെങ്കിൽ ധീയോടെ ഭയത്തോടു കൂടിയവരും ഹനിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അവൻ്റെ തേജസ് കൊണ്ട് ഏറ്റവും ദർശിക്കപ്പെട്ടവരായിട്ട് എത്രയും ദൂരെ ഓടി. ഈ ഒരു മഹാസത്വത്തിനെ കണ്ടിട്ട് ഓടിയവർ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ്റെ തേജസ്സിനാൽ ധിക്കരിക്കപ്പെട്ടും ഭയപ്പെട്ടും ധൈര്യമില്ലാതെയുമായി ഭവിച്ച വരുണസൈന്യങ്ങളായ ജലജന്തുക്കൾ വളരെ ദൂരെ ഓടിപ്പോയി. ഹിരണ്യാക്ഷൻ ആ ജന്തുക്കളെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിട്ടല്ല അവർ ഓടിപ്പോയത്, സ്വയം ഭയന്നിട്ടാ. കണ്ട മാത്രത്തിലുള്ള ഭയമാണ് ഓടുവാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു. ഇനി 26, 27, 28 4 4 ലൈൻ ശ്ലോകങ്ങളാണ്. കുറച്ച് ഗാംഭീര്യം കൂടുന്നർത്ഥം.
സവർഷപുഗാനുദതോ മഹാബലശ്ചരൻ മഹോർമീൻ ശ്വസനേരിതാൻ മൗർവ്യാഭിജഗ്നേ യതയാ വിഭാവരീം ആസേദിവാം സ്ഥാത പുരീം പ്രചേതസാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഏറ്റവും ബലമുള്ളവനായ അവൻ അനേകം സംവത്സരക്കാലം സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട് ശ്വാസത്താൽ ഉയർത്തപ്പെട്ട വലിയ തിരമാലകളെ, കാറ്റിനേക്കാൾ വലിയ, ഭൂകമ്പത്തിനേക്കാൾ വലിയ, കാരണം അസുരനല്ലേ, അപ്പോൾ തിരമാലകളെ, ശ്വാസത്താൽ ഉയർത്തപ്പെട്ട വലിയ തിരമാലകളെ ഇരുമ്പ് കൊണ്ടുള്ള ഗദ കൊണ്ട് വീണ്ടും വീണ്ടും അടിച്ചു വെള്ളത്തിൽ. ഹേ വത്സ, വരുണൻ്റെ പുരിയായ വിഭാവരിയെ, വരുണപുരിക്ക് എന്താ പറയുക, വിഭാവരി പ്രാപിച്ചു. അതായത് ആരപ്പോൾ എന്നേക്കാൾ വലിയ ഒരാൾ ഈ സമുദ്രത്തിൻ്റെ അടിയിൽ, എനിക്കൊന്ന് അറിയണം. അങ്ങനെയാണ് വരുണമന്ദിരത്തിലേക്ക് പോയത്. സമുദ്രത്തിൽ പ്രവേശിച്ച ഹിരണ്യാക്ഷൻ അനേകം സംവത്സരങ്ങൾ കഴിയുന്നതുവരെ സമുദ്രജലത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. ശ്വാസവായുക്കളുടെ ശക്തിയാൽ ഏറ്റവും ഉച്ചത്തിൽ പൊങ്ങി വരുന്ന അലകളെ കയ്യിലുള്ള ഇരുമ്പുകത കൊണ്ട് അടിച്ച് വീണ്ടും വീണ്ടും തകർക്കുകയും അങ്ങനെ കളിച്ചുകൊണ്ട് വരുണൻ്റെ രാജധാനിയായ വിഭാവരിയെ പ്രവേശിക്കുകയും ചെയ്തു എന്നായി. 27ാമത്തെ ശ്ലോകം നോക്കുക. തത്രോപലഭ്യാസുരലോകപാലകം യദോ ഗണാനാം ഋഷഭം പ്രചേതസം സ്മയൻ പ്രലബ്ധം പ്രണിപത്യ നീജവജ്ജഗാതമേ ദേഹ്യധിനാഥ സംയുഗം. അവിടെ ജലജന്തുക്കളുടെ സ്വാമിയും അസുരന്മാരുടെ ലോകത്തെ പാലിക്കുന്നവനുമായ പ്രചേതസ്സിനെ കണ്ടിട്ട്, ലോകത്തെ പാലിക്കുന്ന, അസുരന്മാരുടെ ലോകത്തെ പാലിക്കുന്ന പ്രചേതസ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണ്ടിട്ട് ഹസിച്ചും കൊണ്ട്, പുല്ലാണ് നീയൊക്കെ എനിക്ക് എന്ന് പറഞ്ഞ മാതിരി പരിഹസിച്ചും കൊണ്ട്, വഞ്ചിപ്പാൻ വേണ്ടിയിട്ട് നീചനെന്ന പോലെ നമസ്കരിച്ചിട്ട്, പ്രഭു എനിക്ക് യുദ്ധം നൽകിയാലും എന്ന് പറഞ്ഞു. ഒരു കളിയാക്കലുണ്ടായതേ. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. വിഭാവരി എന്നു പേരായ ആ രാജധാനിയിൽ ജലജന്തുക്കളുടെ സ്വാമിയും അസുരലോകപാലകനുമായ വരുണൻ ഇരിക്കുന്നത് കണ്ട ഉടനെ ഹിരണ്യാക്ഷൻ പുഞ്ചിരി ചെയ്തുകൊണ്ട് സമീപത്ത് ചെന്നു വഞ്ചിപ്പാൻ വേണ്ടി നിസ്സാരനായ ഒരുവനെന്ന ഭാവത്തിൽ നമസ്കാരം ചെയ്തു. ഹേ പ്രഭു, എന്നോട് യുദ്ധം ചെയ്യുവാനൊരുങ്ങണം. എന്നോട്, അപ്പോൾ അവിടെ ഒരു ദീർഘത്തിന് കമ്മിയുണ്ട്. യുദ്ധം ചെയ്യുവാനൊരുങ്ങണം എന്ന് പറഞ്ഞു. 28ാമത്തെ ശ്ലോകം. ത്വം ലോകപാലോ അധിപതിർബൃഹസ്രവാ വീര്യാപഹോ ദുർമദ വീര്യമാനിനാം വിജത്യ ലോകേ അഖിലദൈത്യദാനവാൻ യത് രാജസൂയേന പുരായജൽ പ്രഭോ. എന്താണർത്ഥം? നീ ലോകപാലനും ശ്രേഷ്ഠനും ദുർമതം കൊണ്ട് വീരന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ വീര്യത്തെ അപഹരിക്കുന്നവനും മഹത്തായ കീർത്തിയുള്ളവനും ആകുന്നു. ഹേ സമർത്ഥ, പണ്ട് യാതൊന്നു ഹേതുവായിട്ട് ലോകത്തിൽ സകല ദൈത്യന്മാരെയും ദാനവന്മാരെയും വിജയിച്ചിട്ട് രാജസൂയം കൊണ്ട് യജിച്ചു. ഒരു പ്രസ്താവന ഇറക്കി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. യുദ്ധത്തിനായി വിളിച്ചിട്ടും അതിനൊരുങ്ങാതെയിരുന്ന വരുണനെ പരിഹസിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ പറയുന്നു, ഹേ പ്രഭു, അങ്ങ് ലോകപാലന്മാരിൽ വച്ച് ശ്രേഷ്ഠനും ദുരഹങ്കാരത്താൽ വീരന്മാരാണെന്ന് അഭിമാനിക്കുന്നവരുടെ വീര്യത്തെ നശിപ്പിക്കുന്നവനും മഹാകീർത്തിശാലിയുമായ അല്ലയോ? പണ്ട് സകല ദൈത്യന്മാരെയും ദാനവാന്മാരെയും ജയിച്ച ശേഷം രാജസൂയം എന്ന യാഗത്താൽ അങ്ങ് ഈശ്വരനെ ആരാധിച്ചു. എനിക്ക് അങ്ങേയറ്റൊന്നൊരു മല്ലയുദ്ധം ചെയ്താൽ തിരക്കടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പിന്നെ പറയാൻ പോണതേ, സ ഏവം ഉത്സിക്തമതേന വിദ്യുഷാ ദൃഢം പ്രലബ്ധോ ഭഗവാൻ അപാമ്പതി സമുദ്രനാഥൻ അർത്ഥം. രോഷം സമുദ്രം ശമയമൻ സ്വയാധിയാ വ്യവോചതങ്കോപശമം ഗതാവയം.
വർദ്ധിച്ച മതത്തോടുകൂടിയ ശത്രുവിനാൽ ഇപ്രകാരം ഏറ്റവും പരിഹസിക്കപ്പെട്ട ജ്ഞാനാദിപരിപൂർണനും സമുദ്രനാഥനുമായ അവൻ ഉണ്ടായ കോപത്തെ സവിചാരശക്തിയാൽ, വികാരം കൊള്ളരുത്, വിചാരശക്തിയാൽ അടക്കിയിട്ട്, ഹേ പൂജ്യ, ഞങ്ങൾ ശാന്തിയെ പ്രാപിച്ചവരാകുന്നു എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല എന്ന്. ആ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമാം. ശാന്തി ഭാവം കളഞ്ഞു കുളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വന്നവർ വന്ന പാടിന് പോകാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. അധികരിച്ച അഹങ്കാരത്തോടു കൂടിയ ശത്രുവിനാൽ ഇപ്രകാരം പരിഹസിക്കപ്പെട്ട ഭഗവാനായ ആ വരുണൻ തൽക്ഷണം ഉള്ളിലുണ്ടായ കോപത്തെ പ്രകാശിപ്പിച്ചില്ല. അടക്കാൻ കഴിയണം. ആലോചനാശക്തിയെ ഉപയോഗിച്ച് ശമിപ്പിച്ചു. പിന്നെ ശത്രുവിനോട് സാവധാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഹേ പൂജ്യ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. എന്നാൽ ഇപ്പോൾ ഞാൻ യുദ്ധാദി കൗതുകത്തിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാകുന്നു. എനിക്കൊരു വ്രതമുണ്ട്, യുദ്ധം ചെയ്യില്ല എന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 30-ാമത്തെ ശ്ലോകം. പശ്യാമന അന്യം പുരുഷാൽ പുരാതനാത് അദ്യ സംയുഗേ ത്വാം രണമാർഗഗോവിതം ആരാധയിഷ്യത്യസുരർഷഭേഹിതം മനസ്സിനോ യം ഗൃണതേ ഭവാദൃശാഃ. അസുരശ്രേഷ്ഠ, യുദ്ധസമ്പ്രദായത്തിൽ സമർത്ഥനായിരിക്കുന്ന നിന്നെ യുദ്ധത്തിൽ യാതൊരുവൻ സന്തോഷിപ്പിക്കുമോ? പണ്ടേയുള്ള പുരുഷനിൽ നിന്ന് അന്യനെ ഞാൻ കാണുന്നില്ല. അവനെ പ്രാപിച്ചാലും, ശ്രീഹരിയെ പ്രാപിച്ചാലും എന്നാണ് പറഞ്ഞതേ. നമുക്ക് യോഗ്യനായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ. ധീരന്മാരായ നിന്നെപ്പോലെയുള്ളവർ യാതൊരുത്തനെ സ്തുതിക്കുന്നു. അതായത് ആദ്യം ഏറ്റുമുട്ടും, തോപ്പിട്ടാൽ പിന്നെ സ്തുതിക്കുകയും. അപ്പോൾ ഇയാളുടെയും സ്ഥിതി അതന്നെ വരാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഹേ അസുരാധിപ, യുദ്ധത്തിന് അതിസമർത്ഥനായ നിന്നെ സന്തോഷിപ്പിക്കുവാൻ തക്ക വിധം യുദ്ധമാർഗം അറിയുന്നവൻ സാക്ഷാൽ പരമപുരുഷൻ ഒരുവനല്ലാതെ മറ്റന്യനെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അവൻ്റെ സമീപത്ത് ചെന്നുകൊള്ളുക. എന്നാൽ അദ്ദേഹം നിസ്സാരനാണെന്ന് നനയ്ക്കണ്ട. നിന്നെപ്പോലെ വീരന്മാരായ പലരും അദ്ദേഹത്തിനോട് യുദ്ധത്തിലേർപ്പെട്ട് തോറ്റ ശേഷം അദ്ദേഹത്തിൻ്റെ പരാക്രമത്തെക്കുറിച്ച് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ബിവയർ, യു ക്യാൻ ഗോ നൗ. എവിടെ കാണാൻ പറ്റും? കുറച്ച് നേരെ പോയിക്കോ, ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. ഇനി ആ തൃതീയ സ്കന്ധത്തിൽ 17-ാം അധ്യായം അവസാനിക്കുകയാണ് 31-ാമത്തെ ശ്ലോകം കൊണ്ട്. തം വീരമാരാധവിപത്യ വിസ്മയ സയിഷ്യസേ വീരശയൈസ്വഭിർവൃത യസ്ത്വദ്ധിധാനാം സദാം പ്രശാന്തയേ രൂപാണി ധത്തേ സദനുഗ്രഹേശ്ചയാം. നീ ഉടൻ തന്നെ വീരനായ അവനെ പ്രാപിച്ചിട്ട് ഗർവമില്ലാത്തവനായിട്ട് വീരന്മാരുടെ ശയനസ്ഥാനമായ യുദ്ധാങ്കണത്തിൽ നായ്ക്കളാൽ ചുറ്റപ്പെട്ടവനായിട്ട് ശയിക്കും. മരിച്ചു വീടുന്നർത്ഥം. യാതൊരുവൻ നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരുടെ പ്രശാന്തിക്കായി കൊണ്ടും സത്തുക്കൾ അനുഗ്രഹിപ്പാനുള്ള ഇച്ഛ കൊണ്ടും പല പല രൂപങ്ങളെ ധരിക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് പറഞ്ഞു വിട്ടത്. അതിൻ്റെ ഭാവാർത്ഥം, അടുത്ത അവസരത്തിൽ വീരനായ അദ്ദേഹത്തെ നീ പ്രാപിക്കണം. ഇപ്പോഴുള്ളതായി കാണപ്പെടുന്ന നിൻ്റെ ഗർവം അപ്പോൾ തീരും. വീരന്മാർ മരിച്ചു കിടക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമായ യുദ്ധാങ്കണത്തിൽ നായ്ക്കളാൽ ചുറ്റപ്പെട്ടവനായിട്ട് നീ ശയിക്കും. നിന്നെപ്പോലെയുള്ള ദുർജനങ്ങളെ അമർത്തുവാനും സജ്ജനങ്ങളെ അനുഗ്രഹിപ്പാനും ഉപകരിക്കുന്ന ഓരോ രൂപങ്ങളെ ആ ഭഗവാൻ സ്വീകരിക്കാറുണ്ട്. അതിൽ ഒരു സ്വരൂപത്തെ നീ കാലവിളംബം കൂടാതെ കാണും എന്ന് അഭിപ്രായം. അതാണ് എന്താ പറയുക,
വരാഹാവതാരം, വരാഹമായിട്ടുള്ളത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ ജയവിജയോർ ജന്മാദിനിരൂപണം നാമ സപ്തദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ തൃതീയ സ്കന്ധത്തിലെ 17-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഉടനെ നമ്മൾക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 18-ാം അധ്യായം, ശ്ലോകം 1. മൈത്രേയ ഉവാച തദൈവമാകർണ്യജലേശഭാഷിതം മഹാമനസ്തദ്വിഗണയ്യ ദുർമദ ഹരേർവിദിത്വാ ഗതിമംഗനാരദാത് രസാതലം നിർവിവിശേത്വരാന്വിത. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം: അപ്പോൾ ഇപ്രകാരം വരുണൻ പറഞ്ഞതിനെ കേട്ടിട്ട് ഉത്സാഹയുക്തനായിട്ടും അതിനെ ഗണിക്കാതെയും ദുരഹങ്കാരത്തോടു കൂടിയവനായിട്ട്, ഹേ പൂജ്യ, നാരദനിൽ നിന്ന് ഹരിയുടെ സ്ഥിതിയെ, വാസസ്ഥാനത്തെ അറിഞ്ഞിട്ട് ബദ്ധപ്പാടോടുകൂടി രസാതലത്തെ പ്രവേശിച്ചു. അതായത് വെള്ളത്തിൻ്റെ അടിയിലുള്ള രസാതലം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ആ അധ്യായത്തിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ ഹിരണ്യാക്ഷനും വരാഹസ്വരൂപമായി അവതരിച്ചിരിക്കുന്ന ഭഗവാനും തമ്മിലുണ്ടായ ഭയങ്കരമായ യുദ്ധത്തെ വിവരിക്കുന്നു. ഹേ പൂജ്യ, നിനക്ക് ശരിയായ എതിരാളി ഭഗവാൻ ശ്രീഹരിയാകുന്നു, ഞാനല്ല എന്ന് വരുണ ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ പ്രതിയോദ്ധാവിനെ ലഭിക്കുമല്ലോ എന്നുള്ള വിചാരത്താൽ മനസ്സന്തോഷം ഹിരണ്യാക്ഷനുണ്ടായി. ആ ശത്രുവിൽ നിന്നും മരണം നിനക്ക് സംഭവിക്കും, ശ്വാക്കൾ നിൻ്റെ ശവശരീരത്തെ ചുറ്റും നിന്ന് സന്തോഷിക്കും എന്നുള്ള വരുണവാക്യത്തെയാകട്ടെ ദുരഹങ്കാര നിമിത്തം ഗണിച്ചില്ല. അതായത് അവരവർക്ക് വേണ്ടത് മാത്രം മനസ്സിലാക്കിയില്ല. അവരവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് ചിലവർ പറയില്ല, അങ്ങനെയുണ്ട് ചിലവരെ. അപ്പോൾ ഉടനെ തന്നെ കണ്ട നാരദ മഹർഷിയിൽ നിന്ന് ഇപ്പോൾ ശ്രീഹരി ഇരിക്കുന്ന സ്ഥാനം ധരിച്ചു. ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ടോ മറ്റെങ്ങാനും പോകുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം എന്നുള്ള ബദ്ധപ്പാടോടുകൂടെ ഹിരണ്യാക്ഷൻ അവിടെ നിന്ന് രസാതലത്തെ പ്രാപിച്ചു. തദേവമാകർണ്യ എന്ന് പാഠവേദം. ഏവം തത് ജലേശഭാഷിതം, വരുണനാൽ പറയപ്പെട്ടത്. ആകർണ്യ എന്നും അന്വയിക്കാം എന്നൊരു ടെക്നിക്കാലിറ്റി അവിടെ പറയുണ്ടായി. ഇനി അതിൽ 2-ാമത്തെ ശ്ലോകം: ദദർശ തത്രാഭിജിതം ധരാധരം പ്രോനീയമാനാവനിമഗ്രദം ശ്രായാം മുഷ്ണന്തമഷ്ണാ സരുജോ അരുണശ്രിയാ ജഹാസചാഹോ വനഗോചരോ മൃഗ. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം: അവിടെ ദംഷ്ടാഗ്രത്താൽ പ്രകർഷേണ ഉയർത്തിക്കൊണ്ടുവരുന്ന അവനിയോടുകൂടിയും, വരാഹം തൻ്റെ തേറ്റപ്പല്ലിൽ ഭൂമിയെ വെച്ചിട്ട് ഇങ്ങനെ കയറി വരികയാണ് രസാതലത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ മുകളിലേക്ക്. പർവ്വതം പോലെ വമ്പിച്ച ശരീരത്തോടു കൂടിയും ചുവന്ന ശോഭയോടുകൂടിയ നേത്രത്താൽ ഹിരണ്യാക്ഷൻ്റെ ശോഭയെ അപഹരിക്കുന്നവനായിരിക്കുന്ന ഭഗവാനെ കണ്ടു. കഷ്ടം, വനത്തിൽ സഞ്ചരിക്കുന്ന മൃഗമാകുന്നുവെന്ന് പരിഹസിക്കുകയും ചെയ്തു. ഈ കാട്ടിൽ അലയേണ്ട നീ എങ്ങനെയാണ് ഈ വെള്ളത്തിൽ വന്ന് കളിക്കുന്നത് എന്നാണ് പരിഹസിച്ചത് ഭഗവാനെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം: രസാതലത്തിൽ ചെന്നപ്പോൾ ഭൂമിയെ ദംഷ്ടാഗ്രത്താൽ ധരിച്ചും ചുവന്നിരിക്കുന്ന നേത്രകാന്തിയാൽ ഹിരണ്യാക്ഷൻ്റെ കാന്തിയെ തിരസ്കരിച്ചും പർവ്വതം പോലെ വമ്പിച്ച് ദേഹത്തോടുകൂടിയും ഇരിക്കുന്ന സർവത്ര ജയശീലനായ ശ്രീ വരാഹമൂർത്തിയെ കണ്ടു. ഓം നമഃ. അല്ലേ? കഷ്ടം, ഇത് വനവാസിയായ ഒരു മൃഗം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. വനവാസി, വനത്തിൽ ജലത്തിൽ വസിക്കുന്നവൻ ശ്രീനാരായണൻ. വനം എന്നുള്ളതിന് നാരെന്ന് അർത്ഥമുണ്ടേ. അപ്പോൾ പറഞ്ഞു ശ്രീനാരായണൻ.
മൃഗം അന്വേഷിക്കപ്പെടുന്നവൻ. മൃഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്വേഷിക്കപ്പെടുന്നവൻ. പരമപുരുഷാർത്ഥ രൂപമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുന്നത് ഈ ഭഗവാനെ തന്നെയാകുന്നു എന്നുകൂടെ അർത്ഥം ഈ ശബ്ദങ്ങൾക്ക് ഉള്ളതുകൊണ്ട് പരിഹാസമായിട്ടാണ് ഹിരണ്യാക്ഷൻ പറഞ്ഞതെങ്കിലും സ്വഭൃത്യൻ പറഞ്ഞതിൽ പരമാർത്ഥമായ സംഗതിയും അന്തർലീനമായിരുന്നു എന്ന് ധരിക്കണം. അവിടെയാണ് ഭഗവാന്റെ സ്വജനപക്ഷപാതം. പറയാണ്ടിരിക്കാൻ വയ്യ. തൻ്റെ എന്താണെന്നാ പറയുക, സിൽബന്ധികളെ അവർ ചെയ്തത് തെറ്റായിരുന്നു, അതിനുള്ള ശിക്ഷയും കൊടുത്തു. ഇനി കഴിയുന്നതും വേഗം ശാപമോക്ഷം വാങ്ങിയിട്ട് എൻ്റെ ജോലിയിൽ നിങ്ങൾ തുടരണം എന്ന് കഴിഞ്ഞ അദ്ദേഹത്തിൽ പറയുണ്ടായിട്ടുണ്ട് അല്ലേ. ഇനി മൂന്നാമത്തെ ശ്ലോകം പറയണു. അഹൈനമേഹ്യജ്ഞ മഹീം വിമുഞ്ചനോ രസോഗസാം വിശ്വസൃജേയമർപ്പിത ന സ്വസ്തി യസ്യാസ്യനയാമമേക്ഷത സുരാധമാസാദിതസൂകരാകൃതേ. മൂഢ, അജ്ഞ, ദേവന്മാരിൽ വെച്ച് അധമ, അംഗീകരിക്കപ്പെട്ട സൂകരാകൃതിയോടുകൂടിയവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മുൻപിൽ നിന്ന് ഇതിനോടുകൂടെ സുഖമായിട്ട് നീ പോകില്ല. ഇത് ബ്രഹ്മാവിനാൽ രസാതലത്തിൽ വസിക്കുന്ന ഞങ്ങൾക്ക് നൽകപ്പെട്ടതാകുന്നു. ഏത്? ഈ ഭൂമി. ഭൂമിയെ ഉപേക്ഷിക്കുക വന്നാലും എന്ന് ഈ ദേവനോട് ഹിരണ്യാക്ഷൻ പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥമാണ് ഇനി പറയണത്. ഹേ മൂഢ, സൂകരരൂപം ധരിച്ചിരിക്കുന്ന ദേവാധമ, ഭൂമിയെ ഉപേക്ഷിക്കുക. ഈ ഭൂമിയെ രസാതലവാസികളായ ഞങ്ങൾക്ക് ബ്രഹ്മാവ് നൽകിയതാകുന്നു. അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ വരും? രസാതലത്തിലുള്ള ഭൂമിയിൽ ദാനധനാഹേ കൊണ്ടുപോകണത്. ഇതിവിടെ വരാൻ കാരണം ബ്രഹ്മാവ് ഞങ്ങൾക്ക് തന്നതാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെയും കൊണ്ട് സുഖമായിട്ട് പോവാൻ സാധിക്കുമെന്ന് കരുതേണ്ട. ആ വിചാരമുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിനായി വരിക എന്ന് വരാഹരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാനോട് പറഞ്ഞു. ആരേക്കാൾ മീതെ അറിവുള്ള ഒരുവൻ വേറെ ഇല്ലയോ? അവൻ അജ്ഞൻ. എല്ലാവരേക്കാൾ അറിവുള്ളവൻ സുരാധമൻ. ഈ ഭഗവാനെ അപേക്ഷിച്ച് ദേവന്മാർ അധമന്മാരായിട്ടുള്ളവർ എന്നും അർത്ഥം ആ പദങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഈ പദ്യം കൊണ്ട് സൂചിപ്പിച്ച നിന്ദാർത്ഥവും സ്തുതിയിൽ പര്യവസാനിക്കും. അങ്ങനെയാണ്. തുടക്കം നിന്ദിക്കുകയാണെങ്കിലും അവസാനം ഇത് അവിടെ പോയിട്ട് അവസാനിക്കുക സ്വസ്ത്രത്തിൽ. അപ്പോൾ ഹേ സർവജ്ഞ, ഹേ ദേവശ്രേഷ്ഠ, ഭക്തരക്ഷയ്ക്കായിട്ട് വരാഹരൂപം ധരിച്ചിരിക്കുന്ന ദേവ, അങ്ങയ്ക്ക് ഈ ഭൂമിയുടെ ആവശ്യം എന്തിരിക്കുന്നു? അതൊരു ഇൻഡയറക്റ്റ് ചോദ്യമാണ്. ഞങ്ങൾക്ക് തന്നെ നൽകുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. വേദോത്തമനായ അങ്ങയ്ക്ക് ദേവന്മാരെ കൊണ്ട് വിശേഷ കാര്യമൊന്നുമില്ലല്ലോ. ട്രൂ, ശരിയാണത്. എന്നിങ്ങനെ സ്തുതിയായിട്ടും സാരം ധരിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ശബ്ദശക്തി കൊണ്ട് ഈ വിധവും പറയാം എന്ന് മാത്രമാണ്. പ്രകൃതം നിന്ദ്യാർത്ഥം തന്നെ എന്ന് പറഞ്ഞു. നാലാമത്തെ ശ്ലോകം. ത്വം ന സപ്തനൈരഭവായ കിം ഭൃതോ യോ മായയാ ഹന്ത്യസുരാൻ പരോക്ഷജിത് ത്വാം യോഗമായാ ബലമൽപപൗരുഷം സംസ്ഥാപ്യ മൂഢ പ്രമൃജേ സുഹൃശുച. നീ ശത്രുക്കളാൽ ഞങ്ങളുടെ നാശത്തിനായി കൊണ്ട് ആശ്രയിക്കപ്പെട്ടുവോ? യാതൊരുവൻ കാപട്യത്താൽ പരോക്ഷത്തിൽ ഞങ്ങളെ കാണാതെ ഒളിപ്പോർ ചെയ്ത് ജയിച്ചുകൊണ്ട് അസുരന്മാരെ ഹനിക്കുന്നു. അജ്ഞ, മൂഢാന്ന് തന്നെ അർത്ഥം. യോഗമായ ബലത്തോടു കൂടിയവനും അല്പമായ പൗരുഷത്തോടു കൂടിയവനുമായ നിന്നെ ഹനിച്ചിട്ട് ബന്ധുക്കളുടെ കണ്ണീരുകളെ തുടച്ചു കളയുന്നേൻ. എൻ്റെ കൂട്ടുകാരനെ നീ വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട്, അതിന് ഞാൻ പകരം വീട്ടാണ്ട് പോവില്ല എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം.
ഇനി ആ 4-ാമത്തെ ശ്ലോകത്തിന് ഭാവാർത്ഥം പറയണം. ഞങ്ങളുടെ ശത്രുക്കളായ സുരന്മാർ ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി തന്നെ ശരണം പ്രാപിച്ചുവോ? അങ്ങനെ ചോദിക്കണം. അതുകൊണ്ടല്ലയോ കപടത്താൽ വരാഹാദി സ്വരൂപത്തെ സ്വീകരിച്ചും ഞങ്ങളെ കാണാതെ കൊണ്ടും ഒളിപ്പോർ ചെയ്ത് ജയിച്ചുകൊണ്ട് അസുരന്മാരെ ഭവാൻ ഹനിക്കുന്നത്? ആകട്ടെ, ഇപ്പോൾ കണ്ടു കിട്ടിയല്ലോ, നമ്മൾ രണ്ടാളും ഫേസ് ടു ഫേസ് വന്നു, ഒരു തീരുമാനത്തിലെത്തുക. മായ കൊണ്ടുള്ള ബലത്തെ ആശ്രയിച്ചും പൗരുഷമില്ലാതെയും ഇരിക്കുന്ന ഭവാനെ ഇപ്പോൾ തന്നെ സംഹരിച്ചിട്ട് അങ്ങയാൽ ഹനിക്കപ്പെട്ടവരെ കുറിച്ച് ദുഃഖിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു കൊള്ളാം എന്ന് ഇദ്ദേഹം വലിയ ഒരു വീരവാദം ചെയ്തു. ഇനി അതിന് വേറൊരു ഭാവം കൊടുക്കുകയാണ്. സ്തുതിപക്ഷത്തിൽ അഭവം മോക്ഷം. യാതൊരുവനെ അപേക്ഷിച്ചിട്ട് ലോകപൗരുഷം അല്പമോ അവൻ മൂഢന്മാരെയും ആനന്ദിപ്പിക്കുന്നവൻ നശിപ്പിക്കുന്ന എന്നും അർത്ഥം നിശ്ചയിച്ചാൽ കിട്ടുന്ന സാരം ഇതാകുന്നു. ഹേ ഭഗവൻ, ഞങ്ങളെ ശത്രുക്കളായി ദേവന്മാർ അങ്ങയെ ശരണം പ്രാപിച്ചത് ഞങ്ങളുടെ മോക്ഷഫലത്തിനായിട്ട് ഉപകരിച്ചിരിക്കുന്നു. ദേവന്മാരുടെ ദൃഷ്ടിയിൽ നിന്തുരുവടി ഞങ്ങളെ ഹനിക്കുന്നുവെന്ന് തോന്നിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് പുനരുൽപ്പത്തിരഹിതമായ, അതായത് പുനർജന്മം ഇല്ലാത്തതെന്നർത്ഥം, കൈവല്യപദത്തെ നൽകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സങ്കടങ്ങളെയും തീർക്കുവാൻ ഞങ്ങൾ അർഹന്മാരായിരിക്കുന്നു. അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ പിതാക്കന്മാർ 21 തലമുറ പരിശുദ്ധന്മാരായി ഭവിക്കുന്നുവല്ലയോ അങ്ങയുടെ വചനം. അതിനാൽ മൂഢന്മാരായ ഞങ്ങളെയും ആനന്ദസ്വരൂപരായ മോക്ഷത്തിനർഹന്മാരായി തീർക്കുവാൻ അനുഗ്രഹമുണ്ടാകണേ എന്ന് സ്തുതിയുടെ അർത്ഥം ഇൻഡയറക്റ്റായിട്ട്. 5. ത്വയി സംസ്ഥിതേ ഗതയാ ശീർണശീർഷൻ അസ്മൽ ഭുജച്യുതയാ യേ ച തുഭ്യം ബലിം ഹരന്ത്യുഷയോ യേ ച ദേവാ സ്വയം സർവേ ന ഭവിഷ്യന്ത്യമൂലാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതായ ഗദയെന്ന ആയുധത്താൽ ഭേദിക്കപ്പെട്ട ശിരസ്സോടുകൂടിയ അങ്ങ് നശിക്കുമ്പോൾ യാതൊരു ഋഷികളും യാതൊരു ദേവന്മാരും അങ്ങയ്ക്കായിക്കൊണ്ട് പൂജയെ സമർപ്പിക്കുന്നുവോ? അവരെല്ലാവരും ആശ്രയരഹിതന്മാരായിട്ട്, ആശ്രയമില്ലാതെ കൊണ്ട് സ്വയം ഇല്ലാതാവുന്ന ഇദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടൽ. ഇതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. ഞങ്ങൾ പ്രയോഗിക്കുന്ന ഈ ഗദയുടെ ശക്തിയാൽ അങ്ങയുടെ ശിരസ് പിളർന്ന് നശിക്കുമ്പോൾ എന്താ അല്ലേ? അങ്ങയ്ക്കായിക്കൊണ്ട് സർവസ്വവും സമർപ്പിച്ച് ആശ്രയിച്ചിരിക്കുന്ന ഋഷികൾക്കും ദേവന്മാർക്കും ആശ്രയമില്ലാതാകുന്നതിനാൽ അവരെല്ലാവരും ഞങ്ങളുടെ പരിശ്രമം കൂടാതെ തന്നെ നശിച്ചുകൊള്ളും. നല്ല അവലോകനാണല്ലേ. വേരിനെ നശിപ്പിച്ചാൽ ശാഖകളെ നശിപ്പിക്കുവാനുള്ള പ്രയാസം ആവശ്യമില്ലല്ലോ, തന്നെ ഉണങ്ങിപ്പോയി. ഇനിയാണ് അതിൻ്റെ സ്തുതിപക്ഷം എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം. ഗദാശബ്ദത്തിന് സുഷുപ്ന എന്ന് പേരായ നാഡിയെന്നും ഗദ ശബ്ദത്തിന് സുഷുപ്ന എന്നു പേരായ നാഡിയെന്നും ശീർണശീർഷണി എന്ന പദത്തിന് ബ്രഹ്മരന്ധ്രം എന്നും പേരുള്ള ശിരസ്ഥാനം പിളർന്നിട്ട് എന്നും സംസ്ഥിതേ എന്ന പദത്തിന് ഹൃദയത്തിലിരിക്കുമ്പോൾ എന്നും അർത്ഥം കൽപ്പിക്കാം. അപ്പോൾ സിദ്ധിക്കുന്ന സാരം, നിന്തിരുവടിയുടെ ഈ മാതിരിയിലുള്ള അവതാര സ്വരൂപം ഞങ്ങൾക്ക് മാത്രമല്ല മുക്തിപ്രധാനമായിരിക്കുന്നത് ഋഷികൾ, മനുഷ്യർ, ദേവന്മാർ എന്നു വേണ്ട
ഏതൊരുത്തർ ഈ രൂപത്തെ, ഈ മാതിരിയുള്ള അവതാര സ്വരൂപത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചും അവരുടെ സർവത്തെയും അങ്ങയ്ക്കായി സമർപ്പിച്ചുകൊണ്ടും നിരന്തര ഭക്തിയോഗത്തെ സമാശ്രയിച്ച് സുഷുപ്ന എന്നു പേരായ ബ്രഹ്മനാഡിയിൽ കൂടെ പ്രാണനെ ഉന്നയിച്ചിട്ട് ബ്രഹ്മരന്ധ്രം എന്നുകൂടി പേരുള്ള ശിരോമധ്യത്തിൽ കൂടെ പ്രാണനെ വിടുന്നുവോ, അവരുടെ സംസാരകാരണമായ അവിദ്യ എന്ന മൂലവേര് തീരെ നശിച്ചു പോകുന്നതിനാൽ അവരെല്ലാവരും പരമപദത്തെ പ്രാപിക്കുന്നു. അതിനാൽ അങ്ങയുടെ ഈ മാതിരി അവതാരം ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്ന് സാരം എന്ന് പറഞ്ഞിട്ടാണ് അതവിടെ കഴിഞ്ഞത്. അപ്പോൾ 6 മുതൽക്ക് നമ്മൾക്ക് അടുത്ത ദിവസം പറയാം. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് കൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.